കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചുങ്കം പാലോറക്കുന്നിൽ മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. 15 വയസ്സുകാരനായ ഷഹബാസ് എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ സെൻഡ് ഓഫുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് അടിപിടിയിലും ഷഹബാസിന്റെ മരണത്തിലും കലാശിച്ചത്. എളേറ്റിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതിനിടെ പാട്ട് നിന്നപ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂക്കി വിളിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഫോൺ തകരാറിലായി പാട്ട് നിൽക്കുകയും ഡാൻസ് തടസ്സപ്പെടുകയുമായിരുന്നു. പിന്നാലെ കൂക്കി വിളിച്ച കുട്ടികളോട് എളേറ്റിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ദേഷ്യപ്പെട്ടു. തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് അടിപിടിയിലെത്തിയത്. കുട്ടികൾ ഏറ്റുമുട്ടിയതോടെ അധ്യാപകർ ഇടപെട്ട് പരിപാടി നിർത്തിച്ചു. വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുകയും ചെയ്തു. ഇതിനിടെ കണക്ക് തീർക്കണമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ആഹ്വാനങ്ങളും ചർച്ചകളും ഉണ്ടായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് സംഘം ചേർന്ന് ബസ് സ്റ്റാൻഡിൽ പരിസരത്തെത്തിയ കുട്ടികൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഷഹബാസിനെ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മരണപ്പെട്ടത്. താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 ദിവസം മുൻപ് ഷഹബാസിന്റെ മറ്റൊരു സുഹൃത്തിന് മർദ്ദനമേറ്റതായും ഇവർ പറഞ്ഞു. അതേസമയം ഷഹബാസിനെ ആരാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അറിയില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. അതേസമയം മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ആഹ്വാനം നൽകിയതും സമൂഹമാധ്യമങ്ങളിലൂടെയായിരുന്നു. എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശമെത്തിയത്. തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം. ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചാണെന്ന ഉമ്മ KP റംസീന നേരത്തെ പറഞ്ഞിരുന്നു. മുതിർന്നവരും സംഘത്തിലുണ്ടായിരുന്നു. ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മുഹമ്മദ് ഷഹബാസിന്റെ ഉമ്മ ഒരു മാധ്യമത്തോട് പറഞ്ഞു. അതേസമയം ഷഹബാസിന്റെ മരണത്തിന് പിന്നാലെ 5 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുമുണ്ട്. പണം ഞങ്ങൾ തരും.